നീ എന്താ കമ്മിറ്റഡ് ആവാത്ത മുച്ചറി? ഇത് ലൈവ് ലൊക്കേഷൻ അയക്കേ വാസന നോക്കാറിയില്ല. എന്നെ തല്ലല്ലേ, ഞാൻ ഷെയ്ക്കിന്റെ മാനേജർ ആവുന്നു. കണ്ടിയാണെങ്കിലും നമ്മളായിട്ട് ഫ്രണ്ട്ലി അല്ലേടാ. എനിക്കിഷ്ടമല്ലേ ഇവരെ. സിറ്റിയിലൊരു പുതിയ പെൺകൊച്ചു വന്നിട്ടുണ്ട്. അങ്ങനെ തെറ്റാവുക വേണേ വിളിച്ചോ. കുഴപ്പമില്ല, നീ ആദ്യം ബാത്റൂം നമ്പർ 9131 9131 കിട്ടുന്നില്ല. അപ്പൊ സിറ്റി ഇല്ലല്ലോ വേണ. ഞാനില്ലാത്തോണ്ട് എന്നെ മിസ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടി പോയായിരിക്കും. മുച്ചിറി, നിന്നെ പറ്റി ഒരു പരാതി കിട്ടിയിട്ടുണ്ട്. നീ വള്ളി പിടിച്ചല്ലാടാ. എടാ നീ മുതുക്കില് ട്രക്ക് ജോബ് ചെയ്ത് നടക്കുന്ന ഒരു പയ്യനായിട്ട് വള്ളി ജോബല്ല ഞാൻ എന്റെ പിയോവിൽ ഇടിച്ചിട്ടില്ല. ഓന്റെ പിയോവിൽ ഇടിച്ചിട്ട് ഓൻ വന്നിട്ട് അണ്ണാ ഞാൻ പറയട്ടെ. പിഒവി എന്ന് പറഞ്ഞാൽ എന്താ? പിയോവി എന്ന് പറഞ്ഞാല് പോയിന്റ് ഓഫ് വ്യൂ. എന്റെ വ്യൂ നിന്റെ വ്യൂ. അതെങ്ങനെ നിന്റെ വ്യൂ അവന്റെ വ്യൂ മാറുന്നേ? അവന്റെ വ്യൂ നിന്റെ വ്യൂ എങ്ങനെ മാറുന്നേ? എന്റെ വ്യൂല് ഓന്റെ വ്യൂല് അങ്ങനെയാണ്, മനസ്സിലായോ? എന്റെ വ്യൂല് ഞാൻ ഓനെ ഇടിച്ചിട്ടില്ല. അല്ല വാസുണ്ണ, ഞാൻ അവന് ട്രക്ക് എടുത്തു കൊടുത്തിട്ട് അവൻ പണി എടുക്കുമായിരുന്നു. അപ്പൊ അവൻ പെട്രോൾ അടിക്കാൻ വേണ്ടി പമ്പി വന്ന് പെട്രോൾ അടിച്ചോണ്ടിരുന്നപ്പോ ഇവൻ ചെന്ന് അവന്റെ മെക്കിട്ട് കയറി. ഞാനൊന്ന് പറയട്ടെ, ബോബാണിത്. അല്ല ഇത് ഞാൻ ബോബോയല്ലേ? അതല്ലേ ഞാനും പറഞ്ഞേ, ഇവ ബോബെന്ന് വിളിച്ച്. എന്നാ എന്തേലും വിളി, അച്ഛാന്ന് എന്താന്ന് വെച്ചാ വിളിയാ, കൊഴപ്പില്ല അണ്ണ. അത് ഇവൻ അവിടെ പെട്രോൾ അടിച്ചോണ്ടിരുന്നപ്പോ പിന്നെ കേക്കുന്ന വണ്ടി വന്ന് എന്തിനു ഇടിച്ചെന്ന് വെച്ചപ്പോ അവൻ പറയും ഇത് ആര് തന്ന വണ്ടിയാ. അപ്പൊ അവൻ പറഞ്ഞു ബോബോയ് എന്ന വണ്ടിയാന്ന് പറഞ്ഞു. അപ്പൊ അവൻ പറയാണ് ബോബോയ് എന്ന വണ്ടിയാണെങ്കിൽ നിനക്ക് ഇന്നോടുകൂടി ഈ വണ്ടി നിന്റെ കൈ കിട്ടുന്ന ഞാൻ അവസാനിപ്പിച്ചു തരട്ടെ. അങ്ങനെയൊക്കെ അവനെ പേടിപ്പിക്കേണ്ട എന്താ ആവശ്യം? ഞാന് എല്ലാരും പെട്രോൾ പമ്പിൽ പോകുന്ന പെട്രോൾ അടിക്കാൻ, ഞാനും അങ്ങനെ പെട്രോൾ അടിക്കാൻ പോയി. എന്റെ വന്നിട്ട് ഇടിച്ചിട്ട് അപ്പൊ എന്നോട് പറ്റി എന്താ ഇടിക്കുന്ന എന്താ കണ്ണുണ്ടേ. ഇത് ഏത് പമ്പില് വെച്ച? ഏത് പമ്പില്? മുതുക്ക്. നമുക്കിവിടെ സ്വന്തമായിട്ട് പമ്പുണ്ടായിട്ട് നീ മുതുക്കിന്നാണോ പെട്രോൾ അടിക്കുന്നേ? അന്റെ പൈസയില്ല, വേറെ ഒരാളെ വണ്ടിയില് എന്റെ കൂടെ 4 ആളുണ്ടായി. അപ്പൊ അവരോട് പറഞ്ഞൂടെ നമുക്ക് സ്വന്തമായിട്ട് പമ്പുണ്ട് അവിടെ പോയി അടിക്കാന്ന്? വള്ളി പിടിക്കുന്നേ സിവിലും വണ്ടി ഞാൻ ഇപ്പോ. നീ സിറ്റിസൺ ആണോ ഇപ്പൊ? പിന്നെ അല്ലാതെ, അതുകൊണ്ടല്ലേ ഈ ഷെർവാണി ഇട്ട് നടക്കണേ. ഷെർവാണി എന്തെണ്ണ അവനെ പുറത്താക്കിയേ? അവൻ ഗ്യാങ് സസ്പെൻഷനിലല്ലേ 25 ദിവസം? 30 ദിവസമല്ലേ? മറന്നുപോയി കേട്ടോ. ഇല്ലെങ്കിൽ ആ കൊടുക്കൂലാലോ, സിറ്റിസൻസിനോട് ഗ്യാങ്ങിനോടല്ലേ കൊടുക്കൂ. അപ്പൊ അത് പറ്റൂലാലോ. അപ്പൊ ഇത് നിനക്ക് ഇത്ര നാളായിട്ട് അറിഞ്ഞൂടായിരുന്നു? അല്ല വാസുണ്ണ, എന്നും പറഞ്ഞാടാ ഞാൻ കൊടുത്ത വണ്ടി ഇനിയിപ്പൊ നിന്റെ കയ്യില് വണ്ടി കിട്ടാണ്ടിരിക്കണൊക്കെ പറഞ്ഞ അവന് ഭീഷണിപ്പെടുത്താൻ എന്തിനാണ്? മാസം എന്റെ കൂടെ 4 ആൾക്കാരില്ലേ, അപ്പൊ ഞാൻ താന്നു പോവില്ലേ? എടാ ഒന്നില്ലല്ലോ, അവനെ പണിയെടുക്കാൻ കൊടുത്തില്ലടാ. ഗ്യാങ് ഫണ്ടൊക്കെ കൊടുക്കാൻ ഡേറ്റ് ആയില്ലടാ. അപ്പൊ നീ ഓനെ കൊണ്ട് പണിയെടുപ്പിക്കുന്നേ? അണ്ണാ പണിയെടുക്കാൻ വേണ്ടി ട്രക്ക് കൊടുത്തില്ലടാ. അണ്ണാ വേറാളെ കൊണ്ട് പണിയെടുപ്പിക്കുന്ന, എന്നിട്ട് പൈസ വേറൊരാളുണ്ട് പണിയെടുപ്പിച്ചല്ല, അവന് പണിയെടുക്കാൻ വേണ്ടി ട്രക്ക് വേണമെന്ന്. ഇല്ലല്ലോ, അത് ഗ്യാങ് ഫണ്ട് എന്തിനോനി? അല്ല അവന് എപ്പോഴെങ്കിലൊക്കെ പൈസയുടെ ആവശ്യം. 200 കോടി പിടിച്ചു പറിച്ചോണ്ട് വന്ന നീയാണ് എന്നോട് പറയണേ. പക്ഷെ ഞാൻ ഗ്രൈൻഡ് ചെയ്യുന്നുണ്ട് ഇപ്പൊ. നിങ്ങൾക്ക് എങ്ങനെ കാണിക്കും? ഞാന് ഡെലിവറി 68. അപ്പൊ 17 ആയിട്ടില്ല. അതെ 102 എന്തോ ആയി. ഞാൻ നോക്കിട്ടില്ല, മറന്നുപോയി. ഇവനെയാണ് തൊട്ടെ എന്റെ പയ്യനെ. ഇവനെ ആര് തൊട്ട്? പക്ഷെ മുച്ചിരി എന്റെ പയ്യനായി പോയി, അതാ പ്രശ്നം. ഇവൻ എന്റെ പയ്യനല്ലേ അണ്ണ? മുച്ചിരി എന്റെ പയ്യനല്ലേ അണ്ണ? ഇവൻ എന്റെ പയ്യനല്ലേ? മുച്ചിരി എന്റെ അണ്ണ. ഇനി വിഷമാവൂലേ അണ്ണ അങ്ങനെ എനിക്ക് പയ്യെന്ന് പറഞ്ഞ അണ്ണന്റെ പയ്യനല്ലേ? മുച്ചിരി എന്റെ അണ്ണന്റെ പയ്യെന്ന് പറഞ്ഞ എന്റെ പയ്യൻ, എന്റെ പയ്യെന്ന് പറഞ്ഞ അണ്ണന്റെ പയ്യനല്ലേ? അപ്പൊ മുച്ചിറി നിന്റെ പയ്യനല്ലേ?
അതും എന്റെ പയ്യനാണ്. അപ്പൊ രണ്ടുപേരും കെട്ടിപ്പിടി. അപ്പൊ ഇവനും എന്റെ പയ്യൻ. നമ്മള് പ്രശ്നം സോൾവ് ആയി. കെട്ടിപ്പിടി. അരെ ആൻഷേക്കാറ ഇങ്ങോട്ട് കെട്ടിപ്പിടിടാ കെട്ടിപ്പിടി. കെട്ടിപ്പിടിച്ച വേറെ ആൾക്കാരെ തെറ്റിദ്ധരിച്ചു. ഇത് കുഴപ്പമില്ല. നിന്നെ നീ നിന്റെ സന്ദേശം കെട്ടിപ്പിടിക്കാറില്ലേ? ഒരു പുരോഗമന ചിന്താഗതിക്കാരൻ വന്നേക്കുന്നു. കെട്ടിപ്പിടിക്കാവാ പിന്നെന്താക്കുന്ന അവസ്ഥയായി പോയില്ലേ. കണ്ടാണ് അവസ്ഥ എന്നൊക്കെ പറയുന്നത്. പിന്നെ നിന്റെ ചെക്കനായി പോയില്ലേ. അങ്ങനെ ശരി ശരി. ഇടറാ കളി പേടിപ്പിക്കണ്ട നീ അവനെ. എടാ നീ കൂടെ ഒന്ന് പിടിക്കടാ. നീ ഒന്ന് പിടിക്കടാ ഒന്നവനെ. പിടിച്ചു വിടറാടേ. പിടിക്കടാ. ഇട്ട് ഇപ്പൊ ബേജാറില്ലല്ലോ. ബേജാർ തീർന്നില്ലേ? ഇത് മതിയടാ അത് മതി. സന്തോഷായി എത്ര കൊടുക്കും ബോബൈക്ക്? എത്ര നിന്റെ ചേട്ടൻ കൃതാർത്ഥനായി. പൈസ നിന്റെ ചേട്ടൻ കൃതാർത്ഥനായിടാ. എന്താ ബോബൈക്ക് എത്ര കൊടുക്കുന്നുണ്ട് ചോദിക്ക്. എത്ര ഗ്രൈൻഡ് ചെയ്ത് ബോബോയ്ക്ക് വേണ്ടിട്ട്? ടാർഗറ്റ് ജസ്റ്റ് അറിയാൻ വേണ്ടിട്ടായിരുന്നേ. ബോബോയ്ക്ക് വേണ്ടി ഇപ്പൊ എത്ര ഗ്രൈൻഡ് ചെയ്തു? അണ്ണാ എന്താ ചോദിക്കുന്നേ അണ്ണാ? വെയിറ്റ് ചെയ്യടാ ഒരു മിനിറ്റ്. എത്ര ഗ്രൈൻഡ് ചെയ്തു ബോബോയ്ക്ക് വേണ്ടി ഇപ്പൊ? 10 CR. അപ്പൊ ബോബോയ് നിന്റെ ഗ്രൈൻഡിങ് ടാർഗറ്റ് 85 കോടിയാക്കിയേ. അണ്ണാ അണ്ണാ ചുമ്മാ പറയുന്ന അണ്ണാ. അണ്ണാ വിശ്വസിക്കല്ലേ അണ്ണാ? 10 കോടിയാവില്ലേ? 10 കോടി തുടങ്ങിയപ്പോ പെട്ടെന്ന് വണ്ടി എടുത്തോ. മുച്ചിരി നിനക്ക് ഗ്യാങ് വണ്ടി കയറാൻ പറ്റുമോ? എടാ മുച്ചിരിക്ക് ഗ്യാങ് വണ്ടി കയറാൻ പറ്റൂടാ? ആ വാ പെണ്ണുങ്ങളെ കൊണ്ടുപോകുന്നുണ്ട് ആൾക്കാർ. പിന്നെ അത് ശരിയാ പെണ്ണുങ്ങളെ കൊണ്ടുപോണ്ടേ. പിന്നെ അവന് പെണ്ണുങ്ങളെ കൊണ്ടുവന്നുണ്ട് ഗ്യാങ് വണ്ടിയില്. സത്യം അവന് എത്ര പേരാന്ന് ചന്ദ്രു. അത് ശരിയാ. ചന്ദ്രുവിന് പെൺപിള്ളേരെ കൊണ്ടെങ്കിൽ പിന്നെ നമുക്ക് കൊണ്ട് എന്താണ് ചന്ദ്രനൊക്കെ പെണ്ണുങ്ങളായിട്ട് നടക്കുന്നുണ്ട് ഇപ്പൊ. പിന്നെ പെണ്ണും കൊച്ചും പെണ്ണു മാത്രമാണ്. ഏയ് ഇപ്പൊ അതൊന്നല്ല. ഇപ്പൊ ഞാൻ കാണുമ്പോ റാശയും പിന്നെ ഏതോ ഒരു പെണ്ണും ഉണ്ടായി ഒക്കത്തെ. കുരുവി അല്ല ദർശന ദർശന ഒക്കത്തെ ഉണ്ടായി. ഈ മോബിയും ജുഗുറും ഒക്കെ പെണ്ണുങ്ങളെ കേട്ടുന്നുണ്ടോ വണ്ടിക്കകത്ത്? അത് ഇല്ലല്ലോ. അത് വണ്ടി കേട്ടില്ല. അത് ആ കയ്യിലുണ്ടാവും. ഇപ്പം തോളത്തുണ്ടാവും. അതിന്റെ സീറ്റ് ഇരിക്കുന്നില്ല. സ്റ്റിക്കർ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടാവും ഒന്നിച്ച്. ജുഗറും കയ്യിലും എപ്പോഴും തോളത്താണ്. അതുകൊണ്ട് പിന്നെ വണ്ടി കേട്ടുന്നില്ല. നീ എന്താ കമ്മിറ്റഡ് ആവാത്ത മുച്ചറി? ഇതാ എങ്ങല്ലേ എങ്ങായ കമ്മിറ്റഡ് ആവാൻ പറ്റൂലേ? ബേസാട്ടെ എന്തിനാ വെറുതെ. പൈസയാണ് മുഖ്യം. വയസ്സായ എന്റെ പോലെ വന്നാലും കിട്ടൂല. പൈസ ഉണ്ടാക്കി പോരെ. പൈസ ഉണ്ടാക്കിട്ട് ഇതാക്കാം. എന്റെ ബാങ്കിൽ എത്ര കോടി കിടപ്പുണ്ടെന്ന് അറിയോ നിനക്ക്? പൈസയിലൊന്നും ഒരു കാര്യമില്ല ഇവിടെ. അത് ശരിയണ്ണ. എന്റെ ഇപ്പൊ 1 കോടി ഉണ്ടായിട്ട് ഇപ്പൊ എനിക്ക് പെണ്ണില്ല അണ്ണ. നിന്റെ ബാങ്ക് ബാലൻസ് 1 കോടി രൂപയാണോ? 1 കോടിയാണ്. ചന്ദ്രൻ ഈ സിറ്റിയിൽ എവിടെയോ ഉണ്ട്. അപ്പം ഉണ്ട്. ആ വള്ളി പിടിച്ചാടുന്നോണ്ടേ ഞാനും ഒരാള് തപ്പി നടന്ന്. ഓനെ നോക്കുമ്പോ ചന്ദ്രനാ ഓനെ വള്ളി പിടിച്ചേ. ഓനെ ഒച്ചെടുത്തൊക്കെ ഞാൻ പിന്നെ അടിക്കാൻ വിചാരിച്ചു. ചന്ദ്രൻ ഇറങ്ങിയോടാ ഇതിന്ന്? ട്രൈ ചെയ്യാം. എടാ ഈ റാശിയുടെ നമ്പർ ഉണ്ടോ കയ്യില്? മുച്ചരി നിന്റെ ചന്ദ്രൻ സിറ്റിണ്ട്. കേട്ടില്ല. റാശിയുടെ നമ്പർ ഉണ്ടോ കയ്യില്? റാശിയുടെ നമ്പർ പറഞ്ഞോ. എങ്ങല്ലേ എല്ലാവരും പറഞ്ഞ നമ്പർ ഉണ്ട് കയ്യില്. നമ്പർ ഇതിന് വെക്കണ്ട. റാശ മാലിക് പെണ്ണ് കിട്ടാത്തവരെല്ലാരും എങ്ങനെയൊക്കെ പറഞ്ഞ് നടക്കൂടാ. ഹലോ പെണ്ണ് ചന്ദ്രൻ അടുത്തുണ്ടോ? ഞാനാ വിളിച്ചെന്ന് പറയല്ലേ. എവിടെ ഉണ്ട് ലൊക്കേഷൻ എവിടെ? ലൊക്കേഷൻ പൊക്കോണ്ടിരിക്ക. ഇങ്ങനെ എങ്ങോട്ടാ പോണേ? റോബറി. അവന് കേക്കാവോ റാഷ പറയുന്നേ? ഇല്ല വണ്ടിയില. വേറെ വണ്ടിയിലാണോ? അല്ലല്ല ഒന്നിച്ച. അപ്പൊ പിന്നെ എങ്ങനെ ഇത് പറഞ്ഞ് കേക്കൂലേ? അണ്ണാന്ന് വിളിച്ചതൊക്കെ കേക്കൂലേ? അതിപ്പോ വേറെ ആരിലായിക്കൂടെ? എങ്ങോട്ടാ പോന്നെ? എങ്ങോട്ടാ എന്നില്ല. ഞങ്ങളിങ്ങനെ വഴിയിലെ കൂടെ പോകുന്ന ആരെങ്കിലും കിട്ടുമെന്ന് നോക്കിക്കൊണ്ട് നടക്കുക.
എന്തേലും പറയണ്ട, ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങണോ? ഇല്ല എനിക്ക് ലൊക്കേഷൻ എവിടെങ്കിലും ഇറങ്ങുവാണെങ്കിൽ ഒന്ന് പെട്ടെന്ന് വിളിച്ചറിയിക്കണേ. ലൈവ് ഏത് ലൊക്കേഷൻ വഴിയാ പോണേന്ന് ലൈവ് ലൊക്കേഷൻ അയക്കാൻ പറ്റുമോ? പറ്റും. അയച്ചോ. ഓക്കെ. ലൈവ് ലൊക്കേഷൻ ഇല്ലെണ്ണ ഇങ്ങനെയൊക്കെ ഉണ്ട് പൊട്ട ഉണ്ട്. ബുദ്ധിയില്ലേ പെണ്ണ് മാത്രമേ ഉള്ളൂ, ബുദ്ധിയില്ല. ബുദ്ധി ഉണ്ടായിട്ട് പെണ്ണില്ലല്ലോടാ. പെണ്ണുണ്ടെങ്കിൽ ജീവിക്കാൻ പറ്റുന്നുണ്ടോടാ? അതുകൊണ്ടാണല്ലോ ലോകത്തുള്ള എല്ലാ പെണ്ണുങ്ങളും 17 വയസ്സായിട്ടുള്ളൂ. നീ കള്ളനായിട്ടല്ലേ എനിക്ക് പെണ്ണ് കിട്ടിയേ? മിഞ്ഞാന്ന് കിട്ടിയതല്ലേ? 17 വയസ്സിന്റെ സ്വഭാവം അല്ലല്ലോടാ. പിന്നെ 17 വയസ്സ് സ്വഭാവം എങ്ങനെ പറഞ്ഞേ? നീ റേഡിയോയിൽ വന്നേ നൈസായിട്ട് റേഡിയോയിൽ വന്നേ. ചന്ദ്ര എവിടെ ചന്ദ്രു? അത് അണ്ണനെയാണ് നിനക്കാ, എനിക്കല്ല. എനിക്ക് വല്യമ്മച്ചിയില്ല, തന്ന പോലും ഇല്ല വല്യമ്മച്ചി. ഒക്കത്തെ നീകനുണ്ട്. എല്ലാരും ഒരേ വൈബ് സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. എന്താടാ എല്ലാരും ഒരേ സ്വരത്ത് സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. മനസ്സിലായേ ഇല്ല ചന്ദ്രു. റാഷ മാലിക് സെന്റെ ലൈവ് ലൊക്കേഷൻ അത് നെക്കിക്കൊണ്ടിരിക്കണ്ടേ? അന്നെങ്കിലല്ലേ മാർക്കാക്കിക്കൊണ്ടിരിക്കോ? ഓ ലൈലോ കുറെ നാളായില്ലേടാ. ഇതൊക്കെ തെറ്റല്ലേ ബ്രോ? ട്രാക്ക് ലൈവ് ലൊക്കേഷൻ കൊടുത്തിട്ട് വരുന്നില്ല. ഫോണതാ ഞാൻ നോക്കുന്നേ. നിക്ക് ഫോൺ ഡ്രോപ്പ് ചെയ്തരാ. വെയിറ്റ് ഇല്ല ഒന്നും നോക്കൂല. ഇല്ല താത്ത ഒന്നും ചെയ്യൂല. ഞാൻ പെണ്ണുങ്ങളെ നോക്കൂല. ഞാൻ നീ റാഷയെ വിളിച്ചിട്ട് നിനക്ക് ലൊക്കേഷൻ അയച്ചു തരാൻ പറ. ശരിയാ റാഷിയുടെ നമ്പർ നമ്പർ നോക്കട്ടെ, എന്താ അറിയില്ല. സിനിമയാണ്. ഇല്ല ഞാൻ പറഞ്ഞുതരാം. ഡയലി ഈ പേടാ പറയ്. അല്ല അമ്മ കുറച്ച് സ്പീഡാണ്. ഡിലേ ആക്കില്ല, ടൈം വേസ്റ്റ് ആക്കില്ല. 9153 84442 വേറെ ആളോട് സ്പീക്കിംഗ്. എന്താ വാസണ്ണ പറഞ്ഞിട്ട് വിളിച്ചായിരുന്നു. വാസണ്ണ ഫോണിലെ ലൊക്കേഷൻ മറക്കാവുന്നില്ല. എനിക്ക് അയക്കാവോ? ആരോട് മുണ്ടിക്കൊണ്ടിട്ടെന്ന് കൊടുക്കുന്നില്ല. ബ്ലോക്ക് ആക്കിനെ അറിയില്ല കേട്ടാ. നിന്റെയൊക്കെ നമ്പർ ബ്ലോക്ക് ലിസ്റ്റിലായിരിക്കും. ഹലോ ഒരു വട്ടം വിളിച്ച് ലൈവ് ലൊക്കേഷൻ അനക്ക് അയക്കേ. വാസന നോക്കാറിയില്ല. അങ്ങനല്ല, വാസനെ നോക്കാറിയില്ല. ഞാൻ ഡ്രൈവ് ചെയ്യുന്നുണ്ടല്ലടാ, നോക്കറിയാത്തോണ്ടാണോ? അല്ല, എന്നാ കൺഫ്യൂഷൻ ആവാതെക്കാൻ വേണ്ടി. വാസനെ ബേസായില്ലേ? കൺഫ്യൂഷനാ നിന്റെ നിന്റെ കൊണങ്ങണ പറ്റാത്തത് നിന്റെ കൊണഫ്യൂഷൻ. അവന്റെ കൺഫ്യൂഷൻ തീർക്കണമേ. ഒരു പെണ്ണ് വന്നിട്ടുണ്ട് ഇന്ന് വന്നേ. പേരെന്താ? അന്ന എഴുതറോ? പിന്നെ കണ്ട പെണ്ണുങ്ങളെ നോക്കിട്ടല്ലേ ജീവിതം രക്ഷപ്പെടുന്നേ. പാട്രാ അയച്ചിട്ടാ. നിനക്ക് എങ്ങനെ എന്തെങ്കിലും കഴിച്ചിട്ടാന്ന്? 17 വയസ്സുള്ള നിനക്ക് മനസ്സിലാവില്ലടാ. അതുകൊണ്ട് ഞാൻ നിന്നോട് പറയുന്നത്. പൊട്ടനല്ലേ, ബുദ്ധിയില്ല. 35 വയസ്സായിട്ടേന്നുള്ളൂ, ബുദ്ധിയില്ല. അണ്ണനെയാണാ പറഞ്ഞ? എനിക്ക് 27 വയസ്സേ ഉള്ളൂ. അപ്പൊ എനിക്ക് 22 ആയുള്ളു. അപ്പൊ ആര് പറഞ്ഞാടാ നീ? ഞങ്ങക്ക് അയക്കുന്നില്ല. ഞങ്ങക്ക് അയക്കട്ടാ. ഇതല്ലേ എളുപ്പം. ഈ പുറകിൽ കൂടെ ഇവിടുന്ന് നേരെ പമ്പിന്റെ അവിടെ താഴെ. ചന്ദ്രന്റെ അടുത്തോട്ടല്ലേ നമുക്ക് പോകേണ്ടത്. അങ്ങനെ ഒരു കാരണം വെച്ചാലും അടുപ്പിക്കരുത്. ഇതാണ് ഇവരുടെ എല്ലാ ഉദ്ദേശം. എന്നെ ഹെൽമെറ്റ് ഉണ്ട്, ഞാൻ വെച്ചോളാം. 5 കൊല്ലാട്ടാ നീ അത് പഠിപ്പിക്കല്ലേ. നമ്മുടെ ഫ്രണ്ട്ലി ഗ്യാങ് അല്ലേടാ. ഫ്രണ്ട്ലി അല്ല, അടിക്കാറിയാത്തോണ്ടാ വരാത്തെ.
രണ്ടിടെ ഇറക്കി ഞാൻ ഓടട്ട്. ഇതാടാ നിന്റെയൊക്കെ പ്രശ്നം. എന്താ ബ്രോ പ്രശ്നം? എന്താ പ്രശ്നം എന്താ നിന്റെയൊക്കെ? എടാ ഏജി അടിച്ചോ? നിങ്ങൾ ഓൾറെഡി അടിച്ചോ? അങ്ങോട്ടോ ഹലോ. വാസോണ്ട അങ്ങോട്ടോ. എനിക്ക് ആകെ ഗ്യാങ് ഡ്രസ് ഒന്നും ഇല്ല ഇവന്. മുച്ചിരി ആ വണ്ടി കയറി പോയി. അകാർദ്ദേ കേറി കേട്ടോ. അവൻ ഇനി നമ്മളെയൊക്കെ നിന്നടിക്കണ ആലോചിച്ച് നോക്കണ. എന്തൊരു പയ്യന്മാരൊക്കെ. ഇതെന്താ ഇപ്പൊ സിറ്റുവേഷൻ എന്താണ് അണ്ണൻ അറിയണ? എനിക്കൊന്നും അറിഞ്ഞൂടാ. ഞാൻ ഒരു പെണ്ണ് തെറ്റ് ചെയ്യാൻ പോകുമ്പോ ഇങ്ങനെ അടിപൊട്ടും. പണ്ട് തൊട്ടേ ഉള്ളതാ. ഇതാണ് അണ്ണനെ എന്നും ചന്ദ്രന്റെ ബാക്കിലുള്ള കളി. അതാ ചന്ദ്ര റേഡിയോ പോലും ഇല്ല. അണ്ണൻ ശ്രദ്ധിച്ച ചന്ദ്ര അവളുടെ അവൻ ചത്തറ അവൻ. എടാ എവിടെ കറക്റ്റ് ഒന്ന് പറഞ്ഞേടാ. ലെഫ്റ്റ് ഫുൾ ലെഫ്റ്റ് വെളിയില് വാസോണ്ട ബാക്കിൽ. കണ്ടു ഏജിയുടെ ഒരു വണ്ടി വരുന്നുണ്ട്. മുച്ചിരി ഉണ്ട് അതിനകത്ത്. രണ്ടര വെടി വെച്ചിട്ട് തരാം. അണ്ണനെ പതുക്കെ പോയാൽ നമ്മുടെ പിള്ളേരെല്ലാം ചാവുവേ. ചന്ദ്രൻ ഡൗൺ ആയോടാ നമ്മുടെ. ആർക്കാടാ മുച്ചിരി ഉണ്ടായിരുന്നു കേട്ടാ. ഏജിയാണോ? ഹലോ എന്നെ തല്ലല്ലേ. ഞാൻ ഷെയ്ക്കിന്റെ മാനേജറാണ്. ആരൊക്കെയാടാ എന്റെ ആളിയാ. അയ്യോ എടാ ഇതെന്താ ഇപ്പൊ പ്രശ്നം? എന്താ ചന്ദ്രൻ എണീക്കാതെ അറിയില്ലല്ലോ. ചന്ദ്രനെ ഡൗൺ ആക്കി ഇവന്മാരെ ഡൗൺ ആക്കി. ചന്ദ്രു ഇതാ വണ്ടി ചത്ത് കിടക്കും. റാശ എവിടെ? റാശ ഇതാണ് ചന്ദ്രു. പാവൻ നീകൻ. എടാ ഗോകുവേ ഇങ്ങോട്ട് വന്നേ. ബോബോയ് ഒന്ന് വന്നേടാ. ഇത് നമ്മുടെ ദൈവമല്ലേ അണ്ണ? അവന്മാര് ചന്ദ്രനെ കൊന്ന നമുക്ക് നല്ല കാര്യമല്ലേ? എന്തൊരു മനുഷ്യടാ. ഗ്യാങ് അല്ലടാ. അത് നമുക്ക് ഇതിപ്പോ റാശിനെ കിട്ടിയില്ല. റാശിനെ അവന്മാര് കൊന്നോന്ന് അറിഞ്ഞാൽ മതി. അല്ലേ മുതുക്കി കാണും. എടാ ഞാൻ പറഞ്ഞ അതല്ല. അതല്ല ഈ ഏജ് ശരിക്കും ഫ്രണ്ട്ലി ഗ്യാങ് അല്ലേ? അതെ കണ്ടി ഗ്യാങ്ങാണ്. എടാ അവന്മാര് നമ്മളായിട്ട് ഫ്രണ്ട്ലി. കണ്ടിയാണെങ്കിലും നമ്മളായിട്ട് ഫ്രണ്ട്ലി അല്ലേടാ. എനിക്കിഷ്ടമല്ലേ ഇവരെ. എനിക്ക് ആ സുഖമാരി ഇവരുടെ ലീഡർ പാടത്തില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോ എങ്ങനെ ശരിയാവും? എടാ ഇവന്മാര് നമ്മളായിട്ട് സിറ്റുവേഷൻ ഒന്നും എടുക്കാറില്ല. പുറത്തു വന്ന കഥ എടാ ബോബോയ് ഞാൻ അതല്ല ചോദിച്ചേ. ചന്ദ്രന്റെ ബുദ്ധി വെച്ച് നോക്കിയാലേ അവന്റെ മേളിലുള്ള സംശയം ഒഴിവാക്കാൻ അവന്റെ ഒരു ഗ്യാങ് സിറ്റുവേഷൻ വരെ ക്രിയേറ്റ് ചെയ്യും. അത്രയ്ക്ക് കുരുട്ട് ബുദ്ധി ഉള്ളവനാ. അത് ശരിയാണ്. അത് ശരി. അത് വെച്ച് നോക്കുമ്പോ അവന്മാര് ഫ്രണ്ട്ലിയാണ്. ബ്രോ എന്താണ് ഇവിടെ? നമ്മളിവിടെ ഒരു ഗ്യാങ്. പീഡിയോ ഒന്നും ചെയ്യല്ലേ. ഇത് സിറ്റി സൈഡ്. അവന്മാർക്ക് ചോദിക്കാനുള്ള റൈറ്റ് ഉണ്ട്. ഒന്നും ചെയ്യല്ലേ. മാറിയിക്കണേ. അവന്മാരെ തന്നില്ലേ നമ്മളെ സിറ്റി വിട്ടു പോകേണ്ടി വരും. അവന്മാര് കാരണല്ലേ നമ്മൾ 6 വർഷം. എടാ അവിടെ റെസ്റ്റ് ചെയ്യണേ അമ്മാരെ. എടാ പീഡി ഉള്ളതുകൊണ്ട് ഗണ്ണയും ചെയ്ത് അവന്റെ അടുത്തൊന്നും പറയാൻ പറ്റത്തില്ല. ഇവൻ തരൂലേ 6 വർഷം അവന്മാരുള്ളതുകൊണ്ടാണ് നമ്മളിവിടെ ജീവിച്ചു പോയത്. നോക്കിയിരിക്കണേ. ബോബോയ്ക്ക് എന്ത് പറ്റിയടാ? അങ്ങനെ പറയത്തുള്ള
എന്താ പറഞ്ഞേ സാറേ നമ്മൾ നമ്മുടെ ആളെ പൊക്കിട്ട് സാറേ നമ്മുടെ കൂട്ടത്തിൽ ഒരാളെ വണ്ടി ഇടിച്ച് ഡൗൺ ആയി സാറേ. അയാളെ ഒന്ന് പൊക്കണം സാറേ. സാറിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ സാറേ? പേടിയാണല്ലോ, EMS അല്ലേ പൊക്കുന്നത്. സാറിന് എന്താ ഇത്ര വിഷമം? പിന്നെ സാറേ ഇവിടെ EMS ഇവിടെ ഞങ്ങൾക്ക് ബാക്കപ്പ് ഒന്ന് പറയട്ടെ സാറേ അതെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ EMS ഞങ്ങൾക്ക് ഇവിടെ ഒരു ഗ്യാങ് ഫൈറ്റ് നടന്നു എന്ന് പറഞ്ഞു. അയ്യോ ഗ്യാങ് ഫൈറ്റ് അല്ല സാറേ, നമ്മുടെ രണ്ടുപേരും വണ്ടി ഇടിച്ചു വീണ്. ഇത് വേറെ ആരും നമുക്ക് അറിഞ്ഞൂടാ. നമ്മുടെ രണ്ടുപേരും വണ്ടി ഇടിച്ചാ വീണത്. അതോടെ കിടക്കണം. ആക്സിഡന്റ് ആയിരുന്നു സാറേ. ഓഷൻ ഹൈവേ അല്ലേ, ഇത്ര സ്പീഡിൽ വരുന്ന വണ്ടിയല്ലേ, എല്ലാവരോടും ഇടിച്ചു. ബാക്കി ഇവരെ അടിച്ചിട്ട് ആരും നമുക്ക് അറിഞ്ഞൂടാ സാറേ. നമുക്ക് ടിവിയുടെ രണ്ടുപേരും അവിടെ ഇതായതാ, നമ്മൾ അവരെ എടുക്കാൻ വേണ്ടി വന്നതാ. ഞാൻ EMS ആയിട്ട് ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഓക്കെ എന്തോ നീങ്ങൊന്നേ ചുമ്മാ എടാ അവനെ വിളിച്ചേ. ആ സുഹൃത്തെ, AGക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ നമ്മുടെ അടുത്ത്? എനിക്കറിയില്ല. നമ്മുടെ ഒരു കൂടെ ഉള്ള നമ്മുടെ പുള്ളിയുണ്ട്, പുള്ളിയെ തട്ടിക്കൊണ്ടേന്ന് പറഞ്ഞ്. അപ്പൊ പുള്ളിയെ തട്ടിക്കൊണ്ട് പോയപ്പോ ഇവന്മാര് ബാക്കിയുള്ളവന്മാര് വിളിച്ചിട്ട് ബാക്കിയുള്ളവര് എന്താ 4 പേരുണ്ട്. അപ്പൊ അവരൊന്ന് കണ്ടുപിടിക്കുമെന്ന് വെച്ചാൽ ഇവന്മാര് പിന്നാലെ കണ്ടുപിടിക്കാൻ പോയെന്ന് പറഞ്ഞിട്ട് റേഡിയോ കോൾ ഉണ്ട്. ഞാൻ കണ്ടായിരുന്നു ടിവിയിലുള്ളവരെ. ഒരു മിനിറ്റ്, റേഡിയോ കോളിന്റെ മുതുക്കിലുണ്ടെന്ന്. എടാ ഞാൻ ഒരു കാര്യം പറയട്ടെടാ. ചന്ദ്രനെ ലാസ്റ്റില് ഞാൻ അറിഞ്ഞത് റോബറിക്ക് പോയെന്നാ. ഇവൻ AGയിൽ ഒരുത്തിനെ പോയി ഹോസ്റ്റേജ് എടുത്ത്. എടാ ഈ കോലീഡർ പുണ്ടച്ചി എടുത്ത് കളയാനുള്ള സമയായില്ല. ഞാൻ അപ്പഴേ ആ പീഡിനെ പിടിച്ച് ഞാൻ ഹോസ്റ്റേജാക്കി പൊക്കിച്ചു. ഗണ്ണെടുത്ത് ബോബോയ് ഗണ്ണെടുത്ത് വെക്ക്. അവര് റെസ് ചെയ്യൂല. എടാ ബോബോയ് ഗണ്ണെടുത്തകത്ത് വെക്കടാ. എടാ മണ്ട ഗണ്ണെടുത്തകത്ത്. ഇതെല്ലാം കണ്ടോണ്ട് അതല്ലേ ഞങ്ങള് പറഞ്ഞേ കുറ്റാന്ന്. ആര് മണ്ട നിക്കുന്നു? പേടിച്ചാ വിളിച്ചോണ്ടെന്ന് ചോദിച്ചു എന്താ പറയാ. ഹലോ വാസണെന്ന് വരുന്നത് വിഷയൊക്കെ ഉണ്ടെങ്കിൽ നീ വാടാ. വിഷയൊക്കെ നമ്മളൊക്കെ നമ്മളെ മുതുക്ക് പറമ്പിൽ കാണാം. നീ നിനക്ക് ആർക്കാ സിറ്റുവേഷൻ എന്ന് വെച്ചാൽ അങ്ങ് വാടാ. ബോബോയ് ബോബോയ്